ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 4 അയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിപ്പമുള്ള സവോള എടുത്ത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിക്കലം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് ആ സവോള അതിലേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയാണത്. അതിലേക്കൊരു 3-4 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനൊരു 3-4 പീസ് കുടംപുളി നീളത്തിൽ കീറിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തീ വെച്ച് കൊടുക്കണം. അതൊന്നൊരു അടപ്പ് വെച്ച് മൂടി നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയിലയുടെ പീസുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പീസുകൾ ഒരു സ്പാച്ചില വെച്ച് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ആ ഗ്രേവിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പതുക്കെ. അതുപോലെ 2-3 പ്രാവശ്യം നമ്മൾ ആ ലിഡ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അതിൽ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ പറ്റി നന്നായിട്ട് ആ പീസൊക്കെ ആയിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇതിൽ ഞാനൊരു തേങ്ങ അരയ്ക്കുകയോ തേങ്ങ പിഴുകയോ ഒന്നും ചെയ്തിട്ടില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.